കൽക്കി രൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്ക് ശീലായപ്പന്റെ പ്രണാമം. ഇന്ന് നമ്മൾ കൽക്കി രാമന്റെ ത്രയോദശ സിദ്ധാന്തത്തിലെ 11ാമത്തെ സിദ്ധാന്തം പഠിക്കാൻ പോവുകയാണ്. ഈ സിദ്ധാന്തത്തിന്റെ പേര് പ്രപഞ്ച സൃഷ്ടി സിദ്ധാന്തം എന്നാണ്. ഈ സിദ്ധാന്തം അനുസരിച്ച് പ്രപഞ്ചം ജനിക്കാൻ 432 കോടി വർഷം അഥവാ 1000 ചതുർയുഗങ്ങൾ വേണ്ടിവരുന്നു. ഒരു ചതുർയുഗം എന്നത് 4 യുഗങ്ങൾ ചേർത്തതാണ്. ഇവ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നറിയപ്പെടുന്നു. ഇന്നത്തെ ഈ യുഗം പ്രപഞ്ച സൃഷ്ടിയുടെ അവസാനത്തെ കലിയുഗമാണ്. പ്രപഞ്ചം ഒരു തവണ ഇന്നത്തെ പോലെ ജനിച്ച് വികസിച്ചു വരാൻ 432 കോടി വർഷം വേണ്ടിവരുന്നു. പ്രപഞ്ചം മരിക്കാനും 432 കോടി വർഷം ആവശ്യമാണ്. ചുരുക്കത്തിൽ 864 കോടി വർഷം കൊണ്ട് പ്രപഞ്ചം ഒരു തവണ ജനിക്കുകയും ഒരു തവണ മരിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ അനാദിമധ്യാന്തമാകുന്നു. ഈ പ്രക്രിയ അനാദിമധ്യാന്തം എന്ന് പറയുന്നത് ഇതിന് ആദിയുമില്ല, അന്തവുമില്ല, മധ്യവും ഇല്ല. വരാൻ പോകുന്ന 432 കോടി വർഷം കൊണ്ട് പ്രപഞ്ചം ബില്യണിൽ കൂടുതൽ ചൂടുള്ള ഒരു വലിയ വാതക ഗോളമായി മാറുന്നു. ഇതാണ് ബ്രഹ്മാണ്ഡം അഥവാ ഹിരണ്യഗർഭം അഥവാ കോസ്മിക് എഗ്. പിന്നീടുള്ള 432 കോടി വർഷം കൊണ്ട് പ്രപഞ്ചനാഥനായ പ്രപഞ്ചത്തിന്റെ ഏക സൃഷ്ടാവായ ഭഗവാൻ നാരായണൻ ഈ വാതക ഗോളത്തെ തണുപ്പിച്ചുകൊണ്ട് ഇന്നത്തെ രൂപത്തിൽ പ്രപഞ്ചത്തെ പുനഃസൃഷ്ടിക്കുന്നു. അപ്പം ഈ പ്രപഞ്ചത്തിലുള്ള ഒരു വസ്തുവിന് നാശമില്ല. എല്ലാ വസ്തുക്കളും വീണ്ടും വീണ്ടും സൃഷ്ടിക്കപ്പെടുകയാണ്. നമ്മൾക്ക് ആർക്കും നാശമില്ല. ഒരു മനുഷ്യനും ആത്യന്തികമായി നശിക്കുന്നില്ല. നമ്മുടെ ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ. നമ്മുടെ ജീവനായിരിക്കുന്ന, പ്രാണനായിരിക്കുന്ന, ആത്മാവായിരിക്കുന്ന, ഊർജമായിരിക്കുന്ന ഭഗവാന് നാശമില്ല. നമ്മളെല്ലാം വീണ്ടും വീണ്ടും സൃഷ്ടിക്കപ്പെടുകയാണ്. നമ്മുടെ ശരീരത്തിലെ പല ഘടകങ്ങളും അവ വിഘടിച്ച് അതാത് സ്ഥാനത്ത് പോയി ലയിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വസ്തുവിന് നാശമില്ല. പുനരഭിജനനം ഒന്നുകൂടി വ്യക്തമായി പഠിക്കാം. ഇത് പ്രപഞ്ചത്തിന്റെ അവസാനത്തെ കലിയുഗമാണ്. അതായത് 1000ാമത്തെ കലിയുഗം. ഈ കലിയുഗത്തിന്റെ അവസാനം നേരത്തെ പ്രവചിച്ചതുപോലെ ഭഗവാൻ നാരായണന്റെ അവസാനത്തെ അവതാരമായ കൽക്കിരാമൻ അവതരിച്ചിരിക്കുന്ന ഭഗവാന്റെ ദേഹത്യാഗത്തോടു കൂടി ഈ ഭൂമിയിൽ ബ്രഹ്മപ്രളയം ഉണ്ടാവുകയും കരയിലുള്ള സകല ജീവജാലങ്ങൾ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. പിന്നീട് സൂര്യതാപമേറ്റ് സമുദ്രജലം ബാഷ്പീകരിച്ച് അന്തരീക്ഷത്തിൽ ലയിക്കുന്നു, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ലയിക്കുന്നു. അതിനുശേഷം വീണ്ടും സൂര്യതാപമേറ്റ് ഭൂമി ഒരു വെള്ളമില്ലാത്ത ഉണങ്ങിയ ഒരു ഗോളമായി മാറുന്നു. ഇതിനുശേഷം വീണ്ടും സൂര്യതാപത്താൽ ഭൂമി ഉരുകി ലാവയായി മാറുകയും അത് പിന്നീട് വാതകാവസ്ഥയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ പ്രപഞ്ചത്തിലുള്ള സകല ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാം വാതകാവസ്ഥയിലേക്ക് മാറുന്നു. അതിനുശേഷം അവസാനം സൂര്യനും കത്തിജ്വലിച്ച് ഇല്ലാതായി തീരുകയും ചെയ്യുന്നു. പിന്നീട് അടുത്ത 432 കോടി വർഷം കൊണ്ട് ഭഗവാൻ നാരായണന്റെ അധ്യക്ഷതയാല് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞ വാതക ഗോളം പതുക്കെ പതുക്കെ തണുക്കുന്നു. അത് അതിന്റെ ഊഷ്മാവ് കുറഞ്ഞു 100 ഡിഗ്രി സെന്റിഗ്രേഡിലാകുമ്പോഴത്തേക്കിനും മഴമേഘങ്ങൾ രൂപപ്പെടുകയും പതുക്കെ പതുക്കെ മഴ പെയ്യുകയും ചെയ്യുന്നു. പിന്നീട് പ്രപഞ്ചം മുഴുവൻ വെള്ളം കൊണ്ട് നിറയുകയാണ് ചെയ്യുന്നത്. ഈ വെള്ളത്തിൽ നിന്നാണ് സൂര്യനും ചന്ദ്രനും മറ്റ് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാം സൃഷ്ടിക്കപ്പെടുന്നത്. ഈ വെള്ളത്തിൽ നിന്ന് വേർപെടുന്ന ഓരോ കണങ്ങളാണ് ഇവയെല്ലാം അതിന്റെ സ്ഥാനത്ത് പോയി വീണ്ടും അവ സൃഷ്ടിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. വീണ്ടും അവയുടെ സ്ഥാനത്ത് എല്ലാ ഗ്രഹങ്ങളും അതുപോലെ പഴയതുപോലെ സൃഷ്ടിക്കപ്പെടുന്നു. സൂര്യനും എല്ലാം പിന്നീട് സൃഷ്ടിക്കപ്പെടുന്നു.